അങ്ങനെ അടുത്തൊരു ക്രിസ്മസ് സീസണൂടെ ആയി. എന്ത് പെട്ടെന്നാലേ സമയം പോകുന്നത്. ലാസ്റ്റ് ഡിസംബറിന് ഇതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇരുന്ന് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാധാരണ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഞാനും ചേച്ചിമാരും കൂടെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ക്രിസ്മസിന് വീട്ടിലെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, വീട്ടിൽ എൻ്റെ 2 ചേച്ചിമാരും ഇല്ല. പണ്ടൊക്കെ ക്രിസ്മസിന് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് അന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടൊരു സമയത്ത് ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമെന്ന്. എന്താലേ, സമയം പൊക്കോണ്ടിരിക്കും, കാര്യങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒന്നാലോചിച്ച് നോക്കിയാൽ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇങ്ങനെയാണ്. അതുള്ളപ്പോൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയെന്ന് വരില്ല. പിന്നീടൊരിക്കൽ ആ ഒരു കാര്യം ഇല്ലാണ്ടാവുമ്പോഴായിരിക്കും അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒറ്റയ്ക്ക് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളും പറ്റാലോ. ചെറുതായിട്ട് ആ ചെടിയുടെ ഒരല ഒടിഞ്ഞു പോയി. പക്ഷേ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ തന്നെ അത് തിരിച്ചുള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഈ ഡെക്കറേഷൻ പരിപാടികൾ തീരില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കി ഡെക്കറേഷൻസൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.